എൻ്റെ അനിയൻ SAP ക്യാമ്പ് പേരൂർക്കട നല്ല മാനസികമായിട്ട് എൻ്റെ അനിയൻ നല്ലപോലെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവൻ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ഓണത്തിന് വന്നപ്പോഴും ചെറിയ സൂചനകൾ തന്നിട്ടുണ്ട്. എനിക്ക് ചേട്ടാ പറ്റുന്നില്ല, അവിടെ മാനസികമായിട്ട് ഞാൻ ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണ് അവൻ പറയണം. നല്ല ജാതിപരമായിട്ടും എല്ലാ ഇതുമായിട്ടും അവൻ നല്ല രീതിയിൽ അവിടെ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്. അവനെ കപിൽദാർ എന്ന് പറയുന്ന സാറ് നല്ലപോലെ അവനെ പീഡിപ്പിക്കുന്നുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവനെ തളർത്തിയാണ്. ഈ 3 മാസം കൊണ്ട് അവൻ നല്ല രീതിയിൽ അവിടെ നല്ല ഡിപ്രഷൻ അനുഭവിക്കുകയാണ്. അതാണ് അവൻ ഓരോന്നും അപ്പോഴും അമ്മയും ആരെയും അറിയിക്കേണ്ട, അവൻ മുന്നോട്ടുള്ള ഭാവി എന്താവും എന്ന് അങ്ങനെ ചിന്തിച്ചാണ് അവൻ ഓരോന്നും പറയാതെയും അവൻ ഉൾക്കൊണ്ട് മാനസികമായിട്ട് അവൻ തളർന്നു പോയത്. ബിബിനാണ് അവിടുത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ കപിൽദാറാണ് അവരെ മേലോട്ട് കൊണ്ടുപോകണത്. അവരൊക്കെ പരേഡും കാര്യങ്ങളും അങ്ങനെ ചിട്ടയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എന്നെ അവിടെ ഇട്ട് ഉരുട്ടയാണ്, ഞാൻ പലതും കണ്ടില്ല എന്ന് സഹിച്ച് നിൽക്കുകയാണ് എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ ചില സമയത്ത് അവൻ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറയും എൻ്റെ അടുത്ത്. അമ്മേനെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞു, വിടറാ നീ ഒറ്റ മൈൻഡിൽ തന്നെ നില്ല്, എന്ത് വന്നാലും നീ അവിടെ പിടിച്ച് നില്ല് എന്ന് ഞാൻ പറയും. പറ്റില്ല ചേട്ടാ, എനിക്ക് മാനസികമായിട്ട് പറ്റണില്ല ചേട്ടാ എന്നാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് അത് മാത്രം എൻ്റെ അനിയൻ അവിടെ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഏതൊക്കെ സാറുമാരവനെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് വല്ലതും നീ പുറത്ത് പറഞ്ഞാലോ എന്തെങ്കിലും പേടിച്ചായിരിക്കും എൻ്റെ അനിയൻ. അത് മാത്രമാണ്, അത് പേടിച്ചുകൊണ്ട് ആരടുത്തും ഒന്നും പറഞ്ഞില്ല.